ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ കറന്റ് എനർജി ഏത് രീതിയിലാണ് നിൽക്കുന്നത്, അതുപോലെ തന്നെ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് നെക്സ്റ്റ് ആയിട്ട് കടന്നു വരാനായിട്ട് പോകുന്ന മാറ്റങ്ങൾ, അവരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു ആക്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയനോ മറ്റോ ഉണ്ടാവാനുള്ള സാധ്യതകളോ ഒക്കെ ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ നോക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് ആൻഡ് ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് അപ്പോഴൊക്കെയും നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും നല്ല ഒരു ഗൈഡൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. അവരുടെ മുഖം, അവരുടെ പേര് ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് ഓർത്തുകൊണ്ടേയിരിക്കുക. അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നെഗറ്റിവിറ്റി കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ തോട്ട്സ് പോവാതിരിക്കുക. പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എല്ലാവിധ പോസിറ്റീവായിട്ടുള്ള എനർജീസും നിങ്ങൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു രീതിക്ക് വേണം മുന്നോട്ടേക്ക് തിങ്ക് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ലവേഴ്സ് എനർജിയാണ് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത്. 5 of Wands, the Hermit energy, 2 of Cups, 6 of Pentacles, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജീസ് ആണ് കിട്ടുന്നത്. Ace of Cups, okay, Ace of Wands, the Hanged Man, 8 of Swords, 7 of Pentacles, 5 of Swords, the Chariot, Knight of Wands, 6 of Swords, Death and Rebirth, 8 of Wands, the Star energy, the Strength. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ദ ഹൈ പ്രീസ്റ്റസ് ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ ആദ്യമേ തന്നെ പറയട്ടെ, നിങ്ങളുടെ ആരുടെയൊക്കെ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്പ്രെഡ് ആണോ ഇവിടെ കിട്ടിയിരിക്കുന്നത്, അതായത് ആരുടെയൊക്കെ റീഡിംഗ് ആണോ ഇവിടെ വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് ഈ റീഡിംഗ് റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർത്തും നിങ്ങൾ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തികൾ തന്നെയാണ്. കാരണം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഇതുവരെ അനുഭവിച്ച വേദന, യാതന, മാനസിക ബുദ്ധിമുട്ട് അതിനെല്ലാം തന്നെ ഒരു ഫലം നിങ്ങൾക്ക് കണ്ടുവരാനായിട്ട് പോവുകയാണ്. അപ്പൊ ആദ്യമേ എല്ലാത്തിനേക്കാളും മുമ്പ് നമുക്ക് ഈ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ ഈ ഒരു സമയത്ത് ഏത് രീതിയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉള്ള ഒരു ബന്ധമായിട്ട് കാണുന്നുണ്ട്. പുറത്തു നിന്നുള്ള വ്യക്തികളുടെ സ്വാധീനമൊക്കെ ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ വ്യക്തികള് ഫാമിലിയും ആകാം, ഏതെങ്കിലും ഒരു പേഴ്സൺ എന്നുള്ള രീതിക്കും ആയിരിക്കാം. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് പ്രത്യേകിച്ച് കാര്യമായ ഗ്രോത്തോ ഒന്നും തന്നെ ഇല്ലാതെ ഒരു സൈക്ലിംഗ് എനർജിയാണ് മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. സൈക്ലിംഗ് എനർജി എന്ന് പറയുമ്പോഴേക്കും മുന്നോട്ടേക്കും ഇല്ല പുറകോട്ടേക്കും ഇല്ലാത്ത ഒരു തരം അവസ്ഥ, സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണ്. ഇതിനകത്ത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഒറ്റപ്പെടൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ മാറി എല്ലാ രീതിയിലും ഒരു റീബർത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇതുവരെ ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവരുടേതായ ഒരു കംഫർട്ട് സോണിൽ മുന്നോട്ടേക്ക് പോയവരായിരിക്കും. എന്ന് ഇതിനകത്ത് പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം, ലവേഴ്സ് എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെയധികം ഒരു പ്രണയം നിങ്ങളുടെ രണ്ടുപേരുടെ എനർജിയിലും സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ നിങ്ങളുടെ വ്യക്തി അത് നിങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് തയ്യാറെടുത്തിട്ടുണ്ടാവുകയില്ല. അതിന് പല പല റീസൺസ് ഉണ്ടായിരിക്കാം. മെയിൻ ആയിട്ട് തേർഡ് പാർട്ടി എനർജി കാണിക്കുന്നത് കൊണ്ട് തന്നെ അവർ ഒരു തരം സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു. അവർക്ക് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒരു ക്ലാരിറ്റി ഇല്ലായ്മ.
ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, വളരെയധികം സ്ട്രെങ്തോടു കൂടി മുന്നോട്ടേക്ക് പോയ ഒരു ബന്ധമായിട്ടാണ് നിങ്ങളുടേത് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ വലിയ രീതിക്ക് നിങ്ങളുടെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത വ്യക്തികളാണ്. വലിയ രീതിക്ക് എന്ന് പറയാൻ കാരണം ചെറിയൊരു രീതിക്കല്ല, നിങ്ങൾ അത്രയും ഹേർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ കുറച്ചൊരു കൺഫ്യൂഷൻ സ്റ്റേജ് നിങ്ങൾക്കുണ്ട്. ട്രസ്റ്റ് പോയത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മയൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം, ഇനി മുന്നോട്ടേക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത്. പക്ഷേ എന്നിട്ടും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് റിലേഷൻഷിപ്പിനെ എത്തിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നവരാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ എടുക്കുമ്പോൾ കിട്ടുന്നത്. തേർഡ് സിറ്റുവേഷൻ വന്നിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് ഗ്രോത്ത് ഇല്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ. ഇവിടെ നിങ്ങൾ ചിലപ്പോൾ കംപ്ലീറ്റ്ലി ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആവണമെന്നില്ല. ചിലപ്പോൾ ഒരു ലെസ് കോണ്ടാക്ട് ആയിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നോ കോണ്ടാക്ട് പോലെ ഉള്ള ഒരു അവസ്ഥയായിരിക്കാം. ഇവിടെ ഒരു തീർന്നു പോയിരിക്കുന്ന അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നിലച്ചു പോയിരിക്കുന്ന ആ ഒരു രീതിയിലല്ല കിട്ടുന്നത്. അപ്പൊ ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ എടുക്കുമ്പോൾ വരുന്നത്. അപ്പൊ എന്താണ് നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഉടനെ തന്നെ കടന്നു വരാനായിട്ട് പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു എഫേർട്ട് എടുക്കാനോ ആക്ഷൻ എടുക്കാനോ ഒക്കെ സാധ്യതകളുണ്ടോ? അവർ ആക്ഷൻ എടുക്കുമ്പോഴാണല്ലോ മാറ്റങ്ങൾ കൈവരാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്ന ഹൈ പ്രീസ്റ്റസിന്റെ എനർജി ആയിരിക്കുന്നത് കൊണ്ട് തന്നെ റിലേഷൻഷിപ്പിൽ അതുപോലെ തന്നെ ലവേഴ്സ് എനർജി ആണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. സ്ട്രെങ്ത് വന്നിട്ടുണ്ട്, സ്റ്റാർ എനർജി കാണിക്കുന്നുണ്ട്, ഡെത്ത് ആൻഡ് റീബർത്ത് കാണിക്കുന്നുണ്ട്, കപ്പ് എനർജി കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില അവിചാരിതമായ മാറ്റങ്ങൾ, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില മാറ്റങ്ങൾ കൈവരുന്നതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. കാരണം ഇതുവരെ ഈ റിലേഷൻഷിപ്പിൽ ഒന്നും ഏറ്റെടുത്ത് പ്രവർത്തിക്കാതിരുന്ന നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ഈ ഒരു സമയത്ത് സ്വന്തം ഇൻറ്റ്യൂഷൻ അനുസരിച്ച് തന്നെ റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു യൂണിവേഴ്സൽ ബ്ലെസ്സിങ്, അല്ലെങ്കിൽ അവർക്കും ആ ഒരു ബ്ലെസ്സിങ് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ ആ ഒരു രീതിയിൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. മനസാക്ഷി അനുസരിച്ച് തന്നെ പ്രവർത്തിക്കാനും അതുപോലെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ അത് സ്വയമേ തന്നെ ഏറ്റെടുത്ത് ആ തടസ്സങ്ങളെ എല്ലാം വെട്ടിമുറിച്ച് മാറ്റുക. എന്ന് വെച്ചാൽ എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് എത്തുക എന്നുള്ള ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം നിങ്ങളുടെ വ്യക്തിയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ബന്ധത്തിന്റെ വളർച്ച നിങ്ങൾ ഒരു സമയത്ത് എത്രത്തോളം ആഗ്രഹിച്ചിരുന്നോ അതുപോലെ നിങ്ങളുടെ വ്യക്തിയിലും ആഗ്രഹം ജനിച്ചു തുടങ്ങിയിരിക്കുന്ന സമയമാണ്. അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് ഭയങ്കരമായ ഒരു സ്നേഹം വരുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു നഷ്ടപ്പെട്ടു പോയ ആ ഒരു സ്ട്രക്ചർ എല്ലാം തന്നെ വീണ്ടും തിരികെ കൊണ്ടുവരണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ബന്ധമായിട്ട് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജിയിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്നത്. എന്നാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം ചില മാറ്റങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കൈവന്ന് എല്ലാ രീതിക്കും ഇതൊരു തകിടം മറിഞ്ഞു പോയത്, അല്ലെങ്കിൽ ആ ഒരു ആടി ഉലയുന്ന അവസ്ഥയിലേക്ക് റിലേഷൻഷിപ്പ് മാറിയിരിക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് തന്നെയാണ്. എന്നാൽ ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് ഓർക്കുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ബന്ധത്തിലേക്ക് കടന്നു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതുവരെ അവർ അവരുടേതായ ഒരു കംഫർട്ട് സോണിലാണ് നിന്നിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് നിങ്ങളുടേതായ ലോകം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളുടേതെന്ന് പറയുമ്പോൾ ഇവരും നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ആ ഒരു ലോകം വീണ്ടും ക്രിയേറ്റ് ചെയ്യണം എന്ന് ഉള്ള ഒരു തോട്ടിലാണ് നിൽക്കുന്നത്. ഇവർക്ക് ഇവിടെ നന്നായിട്ട് അറിയാം നിങ്ങളുടെ ബന്ധത്തിൽ ഇവർ തന്നിരിക്കുന്ന ആ ഒരു വിശ്വാസവഞ്ചന എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. ഒരു സൈഡ് കൊണ്ട് അവർ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും മറു സൈഡ് കൊണ്ട് അവരുടെ ഉള്ളിൽ ഒരുതരം ഭയവും അതോടൊപ്പം ഭയങ്കരമായ ഒരു ജാള്യത, കുറ്റബോധം, റിഗ്രറ്റ് ഫീല് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിക്ക് വേണ്ടി ഭയങ്കര സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവരിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളിൽ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫർമേഷൻ നടന്നു കഴിഞ്ഞു. ഒരു പരിവർത്തനത്തിന് ശേഷം ഇരിക്കുന്ന സ്റ്റേജ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കാര്യത്തിൽ ആക്ഷൻ എടുക്കണം എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് കംപ്ലീറ്റ്ലി എത്തി വന്നിരിക്കുന്നു. മറ്റു ചിലവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ഉണ്ടെങ്കിൽ പോലും അവർ എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നേടണം അല്ലെങ്കിൽ ഇത് വേണം എന്നുള്ള രീതിയിലേക്ക് തോട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ മജീഷ്യൻ എനർജി തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അനുഭവയോഗ്യമാവാനായിട്ട് പോവുകയാണ്. അപ്പൊ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥന തന്നെയാണ്. നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് ഈ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിലും വിശ്വാസം, നിങ്ങളുടെ ട്രസ്റ്റോട് കൂടിയുള്ള ആ ഒരു ഉറച്ച ആ ഒരു വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് ഒരു മാറ്റങ്ങൾ എന്തായാലും വളരെ പോസിറ്റീവായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ആരുടെയൊക്കെ എനർജി ആണോ
ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത്, തീർച്ചയായും നിങ്ങളുടെ ലൈഫിലേക്ക് വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് തന്നെ ആക്ഷൻ ആയിട്ട് കടന്നു വരാൻ പോവുകയാണ്. നമുക്ക് ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ എന്തായാലും പറഞ്ഞു വരാം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ലവേഴ്സ് എനർജി ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് വളരെയധികം ആത്മാർത്ഥമായ അല്ലെങ്കിൽ ആ ഒരു ജെന്യുവൻ ആയിട്ടുള്ള സ്നേഹം ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ആ ഒരു ആത്മാർത്ഥത ഇനിയെങ്കിലും നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. കാരണം ഈ റിലേഷൻഷിപ്പിനെ ഈ ഒരു രീതിയിലേക്ക് ആക്കാനായിട്ടുള്ള കാരണവും ഇവരാണ്. അതുപോലെ നിങ്ങളോട് ജെന്യുവൻ ആയിട്ട് അവർ പ്രവർത്തിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് ഇനിയെങ്കിലും ആ ഒരു ജെന്യുവിനിറ്റി നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹവും തോട്ടും ഒക്കെ വന്നു തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ 5 ഓഫ് വാണ്ട്സ് വന്നിരിക്കുന്നതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ട് ഇവർക്ക് ഒരുപാട് തടസ്സങ്ങൾ ഈ ഒരു കാര്യത്തിൽ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ കുറേയധികം തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ആ ഒരു തടസ്സങ്ങളെ എല്ലാം അതിജീവിച്ച് ഇവിടുന്ന് എത്രയും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ലെറ്റ് ഗോ ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ലെറ്റ് ഗോ ചെയ്ത് നിങ്ങളിലേക്ക് എത്തണം. കാരണം ഈ ഒരു സമയത്ത് ഇതൊരു നൊസ്റ്റാൾജി എനർജിയാണ്. ഒരു സമയം നിങ്ങൾ അവരിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു, അല്ലെങ്കിൽ അവർ നിങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് മാറിപ്പോയിരിക്കുന്നു. എന്നാൽ ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾ പോയ ആ ഒരു വഴിയിലേക്ക് അവർ നോക്കി തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായും നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. മിസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയോ കാര്യങ്ങളോ ഒന്നും അവർ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങളെ അവർ പുറകെ ഉണ്ട്. അവർ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അവർ അന്വേഷിക്കുന്നുണ്ട്. അവർക്ക് വീണ്ടും ഒരു തിരിച്ചറിവിനായിട്ട് അവർ ആത്മാർത്ഥമായിട്ട് തന്നെ കൊതിക്കുന്നുണ്ട്. കാരണം കാഴ്ചപ്പാടുകൾക്കും ജീവിതത്തോടുള്ള ആ ഒരു നോട്ടത്തിലും ഒക്കെ ഒരുപാട് ചേഞ്ചസ് ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. ഇവിടെ ഹാങ്ഡ് മാൻ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇതുവരെ നോക്കിയ രീതിയിലല്ലാതെ നിങ്ങളെ മറ്റൊരു രീതിയിൽ കാണാനായിട്ട് ശ്രമിക്കുകയാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ആത്മാർത്ഥത, നിങ്ങളുടെ സ്നേഹം അതിനൊന്നും ഒരു value തരാതെ പോയവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നൊക്കെ പറയുമ്പോഴേക്കും ഭൂരിഭാഗം ആളുകളും നിങ്ങൾക്ക് value തരാതെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമായി തിരിച്ചറിഞ്ഞ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുമായിരുന്നല്ലോ. അപ്പൊ അതൊരു സമയത്ത് എന്ത് സിറ്റുവേഷന്റെ പേരിലാണെന്നുണ്ടെങ്കിലും ഇവർ മാറിപ്പോയപ്പോൾ അത് തിരിച്ചറിഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോൾ ആ ഒരു തീവ്രതയൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. കുറ്റബോധം നിങ്ങളുടെ പേഴ്സണെ ഭയങ്കരമായിട്ട് അലട്ടുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഹെർമിറ്റ് എനർജി വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഇവർ ഇവരുടെ സ്വന്തം ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കഴിഞ്ഞുപോയ കാലങ്ങളിലേക്കൊക്കെ ഓർത്ത് അതിൽ നല്ല കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ചീത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഇവർ ചെയ്തിരിക്കുന്ന തെറ്റുകളാണെന്നുണ്ടെങ്കിലും എല്ലാം ഓർത്തെടുക്കുന്ന സമയമാണിത്. സ്വയം ഹീൽ ആകുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവർ ചെയ്തു പോയ കാര്യങ്ങളിൽ മനസ്സുകൊണ്ട് അവര് ഒരുപാട് വട്ടമായിട്ട് നിങ്ങളിലേക്ക് ആ ഒരു forgiveness ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഇനിയെങ്കിലും ആത്മാർത്ഥമായ സ്നേഹത്തെ നിങ്ങൾക്ക് നൽകാനും നിങ്ങളുടെ ആ ഒരു ആത്മാർത്ഥമായ സ്നേഹത്തെ തിരികെ എല്ലാ രീതിക്കും ഹൃദയം തുറന്ന് തന്നെ സ്വീകരിക്കാനും അവരിപ്പോ ആഗ്രഹിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ എനർജി അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയം തന്നെയാണിത്. അതുപോലെ ഇവരുടെ സ്നേഹം അർഹമായ രീതിയിലേക്കല്ല ഇതുവരെ ഇവർ കൊടുത്തുകൊണ്ടിരുന്നത്. ഒരുപാട് കൈകളിലേക്ക്, ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ വ്യക്തികൾ മാത്രമാവില്ല, അവരുടേതായ കരിയറോ സാമ്പത്തികപരമായ കാര്യങ്ങളോ ഫാമിലിയോ പല പല കാര്യങ്ങളായിരിക്കാം. നിങ്ങൾക്ക് തരേണ്ട സ്നേഹം പോലും മറ്റു പല കാര്യങ്ങളിലേക്ക് അവർ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒരു തെറ്റായ ഡിസിഷൻ ആയിരുന്നു. നിങ്ങളുടെ കൈകളിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് തരേണ്ട സ്നേഹം അത് നിങ്ങളിലേക്ക് മാത്രമായിട്ട് എത്തിക്കണമായിരുന്നു. ആ ഒരു കുറ്റബോധത്തിൽ നിന്ന് വന്നിരിക്കുന്ന തിരിച്ചറിവാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഇവിടെ വന്നിരിക്കുന്നത് പോലും ഏസ് ഓഫ് കപ്സ് ആണ്. ആത്മാർത്ഥമായിട്ടുള്ള അവരുടെ ആ ഒരു സ്നേഹത്തെ മറ്റൊരു രീതിയിലേക്കും പോകാതെ നിങ്ങളിലേക്ക് തന്നെ എത്തിക്കാനായിട്ട് അവരിപ്പോ അത് അവരുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന സമയമാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും അവരുടെ കൈകളിൽ തന്നെ ആ ഒരു മുത്ത് പോലെ അവർ അതിനെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അവരുടെ ഒരു എയിം അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു വളർച്ച തന്നെയാണ്. പൂർണ്ണമായിട്ട് നിന്നുപോയ ആ ഒരു ബന്ധത്തിനെ കുറച്ച് ബുദ്ധിമുട്ടിയാണെന്നുണ്ടെങ്കിലും വീണ്ടും ഒന്ന് ആ ഒരു ഫ്ലവറിങ്ങിലേക്ക് കൊണ്ടുവരണം. ആ ഒരു ഗാർഡൻ നിലനിർത്തണം. ഒരു വസന്തകാലം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരിക. വസന്തകാലം എന്ന് ഉദ്ദേശിക്കുന്നത് റിലേഷൻഷിപ്പിന്റെ ആ ഒരു വളർച്ച തന്നെയാണ്. എല്ലാ രീതിക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് എല്ലാ രീതിക്കും സ്വന്തമായിട്ട് എഫേർട്ട് എടുത്ത് ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുവരിക. ഇതുവരെ അവർക്ക് ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പല സമയത്തും ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ സ്വയമേ തന്നെ പ്രവർത്തിക്കാമായിരുന്നു. പക്ഷേ അവർ തന്നെ അവരെ നിയന്ത്രിച്ചു വെച്ചിരിക്കുകയായിരുന്നു. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജി അല്ല ഇത്. എന്ന് വെച്ചാൽ തേർഡ് പാർട്ടി ഇവരെ ഭരിക്കുന്നു എന്നുള്ളത് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല. ഇവർക്ക് വേണമെങ്കിൽ അവിടെ നിന്നൊക്കെ പോരായിരുന്നു. പക്ഷെ ഇവർ എഫേർട്ട് എടുക്കാതിരുന്നത് തന്നെയാണ് റീസൺ. അവർ അവരുടേതായ ഒരു ഹാപ്പിനെസ് അവിടെ കണ്ടെത്തി നിന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ അവിടെ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്തായാലും. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ ഒരു തിരിച്ചറിവ് വന്നിരിക്കുന്നത്. ആ ഒരു സ്ട്രഗിളിങ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണം എന്നുള്ള ചിന്തകളുണ്ട്.
അതുപോലെ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നിങ്ങളെ നോക്കിക്കാണുന്നത്. വളരെ fast ആയിട്ട് ഇവിടെ നിന്ന് അതായത് നിങ്ങളുടെ life ൽ നിന്ന് മാറിപ്പോയവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവര് കുറച്ചധികം tired ആണ്. അല്ലെങ്കിൽ അവർക്ക് ആത്മാർത്ഥമായ ഒരു സ്നേഹമല്ല അവര് പോയി നിന്ന സ്ഥലത്ത് നിന്ന് ലഭിച്ചിരിക്കുന്നത്. ഒരു satisfaction ഇല്ലാത്ത അവസ്ഥ. ചിലപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്നേഹം ആത്മാർത്ഥമായ ഒരു സ്നേഹമാണെന്നുള്ള തിരിച്ചറിവ് ആ ഒരു സമയത്ത് തന്നെയായിരിക്കാം വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സ്വന്തമായിട്ട് effort എടുത്തിട്ട് relationship ന്റെ കാര്യത്തിൽ ഒരു വളർച്ച കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം എന്നുള്ള രീതിയിലേക്കൊക്കെ മനസ്സ് വന്നിരിക്കുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിലും death and rebirth ആണ്. ഇപ്പൊ relationship ലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചതിന് ശേഷം അവിടെ നിന്ന് ഒരു പൂർണ്ണ വളർച്ചയിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ ഒരു new beginning ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഉയർത്തെഴുന്നേൽപ്പാണത്. ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു തീർത്ത് completely അതിനെ അവസാനിപ്പിച്ചിട്ട് ഇനി ആ ഒരു past future ലേക്കോ present ലേക്കോ affect ചെയ്യാത്ത രീതിയിൽ ഒരു new beginning കൊണ്ടുവരണം. അതിനു മുന്നോടിയായിട്ട് ഒരു communication നിങ്ങളുമായിട്ട് നടത്തേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ്. ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ person ഓ ഒരു outside ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. abroad ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. long distance relationship ആവാനുള്ള സാധ്യതകളും വളരെ കൂടുതലായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു situation ലൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങളെ കാണാൻ വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. meet ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് direct ഒന്ന്. lovers energy വന്നിരിക്കുന്നതുകൊണ്ട് ഒരു attraction ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ person നിങ്ങളോട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഒരു communication എന്ന് പറയുമ്പോൾ proper communication കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് ഒരുപാട് trust break ചെയ്ത് പോയിരിക്കുന്നത് കൊണ്ട് തന്നെ അതൊരു ഫോണിലൂടെ എന്നതിനേക്കാൾ കൂടുതലായിട്ട് ചിലപ്പോൾ നേരിട്ടൊക്കെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ക്ലാരിറ്റിയോട് കൂടി നിങ്ങളെ ഒന്ന് കൺവിൻസ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുമായിരിക്കും. ആ ഒരു രീതിയിൽ ആയതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ person അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ഇവിടെ സ്റ്റാർ എനർജി ആണെന്നുണ്ടെങ്കിലും സ്ട്രെങ്ത് ആണെന്നുണ്ടെങ്കിലും മേജർ കാർഡുകൾ തന്നെയാണ്. എല്ലാ രീതിക്കും ഈ ഒരു ബന്ധത്തിന്റെ ആ ഒരു വളർച്ചയെ മുന്നോട്ടേക്ക് നോക്കിക്കാണുന്ന വ്യക്തികളാണ്. അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് എക്സ്പെക്ടേഷൻ വെച്ചിട്ടാണ് ഈ ഒരു സമയത്ത് റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുവരെ നിങ്ങളുടെ പേഴ്സണിൽ ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. അതോടൊപ്പം ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ കുറച്ചൊരു ഈഗോയിസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഇവരുടെ മാത്രമായ സന്തോഷങ്ങൾക്കൊക്കെ കുറച്ച് വാല്യൂ കൊടുത്ത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരു പേഴ്സൺ ആണ്. എന്നാൽ ഇപ്പൊ അതിന് പോലും ഒരു മാറ്റങ്ങളൊക്കെ ഇവിടെ കൈവന്നിട്ടുണ്ട്. അർഹമായ രീതിയിലുള്ള സ്നേഹമൊക്കെ നിങ്ങൾക്ക് പ്രകടമായിട്ട് തന്നെ നൽകാനും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്ന് എല്ലാ രീതിക്കും സറണ്ടർ ആവുക. ഇവരുടെ ഇമോഷൻസ് ഇവരുടെ ദേഷ്യം എല്ലാ കാര്യങ്ങളെയും ഇവർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതിപ്പോ ദേഷ്യത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ഈഗോയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അതും ഒരു തരം തേർഡ് സിറ്റുവേഷൻ ആണ്. അതിനെ പോലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് മാത്രം പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പിന് ഒരു വളർച്ചയോ അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു ഹാപ്പിനെസ്സോ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഹാപ്പിനെസ് ഒന്നും ലഭിക്കില്ല. രണ്ടുപേരും രണ്ട് വഴിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഒരുമിച്ചുള്ള ഒരു ജേണി ആഗ്രഹിക്കുന്നത് കൊണ്ടിട്ടാണ് ഇവരുടെ ആ ഒരു രീതിയെ പോലും ഇവരിപ്പോൾ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്യുന്നത്. വളരെ പോസിറ്റീവായ രീതിയിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ നയിക്കുക. ആ ഒരു നയിക്കേണ്ട ഉത്തരവാദിത്തം തന്റെ സ്വന്തമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണെന്നുള്ളത് മനസ്സിലാക്കുകയാണ്. കാരണം ഇവരാണ് ഇറങ്ങി പോയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ തിരിച്ചു വരവാണെന്നുണ്ടെങ്കിലും അതിന്റെ ആ ഒരു അഴിച്ചുപണിയാണെന്നുണ്ടെങ്കിലും ഇവർ തന്നെയാണ് ചെയ്യേണ്ടത്. അത് പൂർണ്ണമായിട്ടുള്ള ഒരു ബോധ്യത്തോടു കൂടിയാണ് ഇവർ നിൽക്കുന്നത്. അതുപോലെ ഈ ഒരു ബന്ധത്തിൽ സ്ട്രെങ്ത് ഒക്കെ വീണ്ടെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വളരെ ഹോപ്പോടു കൂടി വളരെ പ്രതീക്ഷയോടു കൂടി നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരുങ്ങുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. അതോടൊപ്പം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്ക് ആ ഒരു നീതി നടപ്പിലാക്കുക. ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് ആ ഒരു മാനിഫെസ്റ്റേഷൻ എനർജി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണിക്കുന്നുമുണ്ട്. ഈ ഒരു ബന്ധത്തിൽ ആ ഒരു ലെസ് കോണ്ടാക്ട് കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറ്റി ഇപ്പൊ ബ്ലോക്ക് ഒക്കെ ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലോക്ക് ഒക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ കാർഡ് ആണ് മെയിൻ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. മെസ്സേജോ കോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുണ്ട്. അറ്റ്ലീസ്റ്റ് അവർ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചില്ലെങ്കിൽ ബ്ലോക്ക് ഒക്കെ മാറ്റാനുള്ള സാധ്യതയുണ്ട്. കാരണം എല്ലാം സഡൻ ആയിട്ട് ഇന്ന് തന്നെ ബ്ലോക്ക് ആക്കി ഇന്ന് തന്നെ വിളിച്ച് ഇന്ന് തന്നെ കാണുക അങ്ങനത്തെ ഒരു മീനിങ് അല്ല. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെയായിരിക്കാം. അപ്പൊ ബ്ലോക്ക് ഒക്കെ കുറച്ച് നാളുകളായിട്ട് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് അൺബ്ലോക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം സ്വന്തം മനസാക്ഷി അനുസരിച്ച് പ്രവർത്തിക്കണം എന്നൊരു ചിന്ത ഇവരിൽ വന്നു തുടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവരുടെ തോട്ട് ആ ഒരു രീതിയിൽ നിൽക്കുന്നത്. ഇവരും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താനും നിങ്ങളുടെ ആ ഒരു സ്വരം കേൾക്കാനും എല്ലാം ഒന്ന് ക്ലിയർ ചെയ്തൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും. അപ്പൊ ഒരു മെച്യൂരിറ്റി വന്നു നിൽക്കുന്ന അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ എനർജി കിട്ടുന്നത്. ഒരു മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ പ്രായം കൂടുതൽ എന്നുള്ള മീനിങ്ങിലല്ല, കാര്യങ്ങളെയൊക്കെ ഒന്ന് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്.
ജീവിതം എന്താണെന്നുള്ളതൊക്കെ ഒരു തിരിച്ചറിവ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതാണ് ആ ഒരു ഹാങ്ഡ് മാന്റെ എനർജി പോലും ഇവിടെ കണക്ട് ആയിരിക്കുന്നത്. ഇതുവരെ ഇവര് കാണാത്ത രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ തന്നെയാണ് ഇപ്പൊ ബന്ധത്തെ നോക്കിക്കാണുന്നത്. അവർ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഇവരായിട്ട് സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞതാണല്ലോ നിങ്ങളുടെ ബന്ധത്തെ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോയോ എന്നൊരു ചിന്തയിൽ തന്നെയാണ് അവർ നിങ്ങളെ ചേസ് ചെയ്യുന്നത്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ ഇപ്പോഴും ഹാപ്പി ആണോ, നിങ്ങൾ ഇപ്പോഴും ഓക്കെ ആണോ എന്നുള്ള രീതിക്ക്. അപ്പൊ ഇതുവരെ നിങ്ങളുടെ ഇമോഷൻസിന് ഒരു പ്രാധാന്യം നൽകാതെ മാറി നിന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിങ്ങളുടെ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു പക്ഷെ അവർ അറിയുന്നുണ്ടാവില്ല, നിങ്ങൾ ആരോടും ചിലപ്പോൾ അത് പ്രകടിപ്പിക്കുന്നൊന്നും ഉണ്ടാവില്ല. പക്ഷെ എങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൺ അതിന് ട്രൈ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അവരുടെ ഒരു മാറ്റങ്ങൾ തന്നെയായിരിക്കാം. അപ്പൊ നിങ്ങളുടെ വ്യക്തിയുടെ എനർജി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കേ അറിയുള്ളൂ. അവർ എത്രത്തോളം ഈഗോ ഉള്ള വ്യക്തികളാണ്, അല്ലെങ്കിൽ അവർ എത്രത്തോളം എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതിയുള്ളവരാണ് എന്നുള്ളത് നിങ്ങൾക്കേ അറിയുള്ളൂ. അപ്പൊ അത് വെച്ച് നിങ്ങൾ കണക്ട് ചെയ്യുക. ഇവിടെ വന്നിരിക്കുന്ന സ്പ്രെഡിൽ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും ഇമോഷണലി നിങ്ങളിലേക്ക് കുറച്ചധികം തന്നെ കണക്ട് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഈഗോ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് ആ ഒരു ബാലൻസിങ് കൊണ്ടുവരണം എന്നുള്ള ചിന്ത വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഉയർത്തെഴുന്നേൽപ്പ് വേണം. ഈ ഒരു സൈക്ലിംഗ് എനർജി എന്നൊക്കെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരണം. ഇതുവരെ അവർ എഫേർട്ട് എടുക്കാതിരുന്ന ആ ഒരു കാര്യത്തിലൊക്കെ എഫേർട്ട് എടുക്കാനും അർഹമായ രീതിയിലുള്ള സ്നേഹമൊക്കെ നിങ്ങൾക്ക് നൽകി എല്ലാ രീതിക്കും ഇതിനെ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിൽ പോലും മുന്നോട്ടേക്ക് നയിച്ച് കൊണ്ടുപോകാനുമുള്ള രീതിയിലേക്കൊക്കെ തോട്ട് നിൽക്കുന്നത്. അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്കൊക്കെ പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇതുവരെ അവരൊരു നിലപാടില്ലാത്ത രീതിയിൽ നിങ്ങളോട് പെരുമാറി എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു കുറ്റബോധവും കാര്യങ്ങളും ഒക്കെ ഇവിടെ തോന്നി തുടങ്ങിയിട്ടുമുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി എടുക്കുമ്പോൾ കിട്ടുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് എന്താണ് ഉടനെ കടന്നു വരാനായിട്ട് പോകുന്ന കാര്യങ്ങൾ, അവരെടുക്കാൻ പോകുന്ന ആക്ഷൻസ് എന്നുള്ളതൊക്കെ എടുക്കുമ്പോൾ നമുക്ക് വരുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റീഡിംഗ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായും നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക തന്നെ വേണം. അതുപോലെ റെസനേറ്റ് ചെയ്തത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിൽ റെസനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും. എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ എല്ലാവർക്കും റെസനേറ്റ് ആവണം എന്നില്ല. കാരണം ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജി നമുക്ക് ഇതിലേക്ക് വരും. അപ്പൊ ചിലവർ കമന്റ് ചെയ്യാറുണ്ട് ഒരുപാട് നാളുകളായി കേൾക്കുന്നത് പക്ഷെ ഒന്നും ആവുന്നില്ല എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ യൂട്യൂബിൽ ഇടുന്ന വീഡിയോ എന്ന് പറയുന്നത് ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഒരുപോലെ റെസനേറ്റ് ആവില്ല. ചില കാര്യങ്ങൾ വെച്ചായിരിക്കാം ചില റീഡിങ്ങുകൾ നിങ്ങൾക്ക് കണക്ട് ആവുന്നത്. ഒരുപാട് പേർക്ക് റെസനേറ്റ് ആവുന്നവരും ഉണ്ട്. നമുക്ക് കമന്റ്സ് കാര്യങ്ങളൊക്കെ കണ്ടാൽ അറിയാം. ചിലവർക്ക് പെട്ടെന്ന് കണക്ട് ആവും. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കോംപ്ലിക്കേഷൻ അനുസരിച്ചാണ് ആ ഒരു ടൈം പീരീഡ് വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു ടൈം എത്തുമ്പോൾ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പൂർണ്ണമായിട്ടും വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതനുസരിച്ച് നിങ്ങൾ ആ ഒരു എനർജീനെ നിങ്ങളുടെ ലൈഫിലേക്ക് സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് ക്ലെയിം ചെയ്യുകയും കൂടെ ചെയ്യണം. അപ്പൊ റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കിയേക്കാം. നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും ഈ ഒരു ക്ലൂസ് കൂടെ എത്രത്തോളം കണക്റ്റഡ് ആണ് എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. സെവൻ എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ്, വയനാട്, എറണാകുളം ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്. ഏരീസ് എന്നൊരു സോഡിയാക് സൈൻ വന്നിട്ടുണ്ട്. 44, ടി എന്നൊരു ലെറ്റർ, എ എന്നൊരു ലെറ്റർ, കാപ്രിക്കോൺ, പി എന്നൊരു ലെറ്റർ, ഏപ്രിൽ മന്ത്, സാജിറ്റേറിയസ്, ആലപ്പുഴ, 22, കാപ്രിക്കോൺ. ഔട്ട്സൈഡ് കേരള വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി റീഡിംഗ് എടുത്തപ്പോൾ പറഞ്ഞായിരുന്നു നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ചിലപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കും എന്നുള്ളത്. ചിത്തിര, പൈസസ്, രേവതി, സ്റ്റാർ ആണ്. മകം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. ടി എന്നൊരു ലെറ്റർ, ഡി എന്നൊരു ലെറ്റർ, 1982, 36, കെ എന്നൊരു ലെറ്റർ, പി അഗെയിൻ വന്നിട്ടുണ്ട്. അപ്പൊ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസും ഒക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിങ്. ഇവരെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ അവരുടെ ലൈഫിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലണമെന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നവരാണ്.
അല്ലെങ്കിൽ അവരുടെ കൂടെ നിങ്ങൾ എപ്പോഴും ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ, ഇതുവരെ ഇല്ലാതിരുന്ന ഒരു മാറ്റങ്ങളാണ് നിങ്ങളുടെ വ്യക്തിയിൽ ഇവിടെ കണ്ടു തുടങ്ങിയിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ അത്ഭുതങ്ങൾ തോന്നിയേക്കാം. ഒരു ഈഗോ ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ പ്രത്യേകിച്ച്. അപ്പോൾ എന്തായാലും ഈ ഒരു എനർജിയെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ റീയൂണിയൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.